കുറ്റാന്വേഷണ പരമ്പരയിലെ പുതിയ എപ്പിസോഡ്. ഇന്നത്തെ കഥ ആരംഭിക്കട്ടെ. പതിവ് പോലെ ഉച്ച സമയത്ത് സലിം വന്ന് കോളിംഗ് ബെല്ല് അമർത്തി. ഒന്നമർത്തി, പ്രതികരണമില്ല. വീണ്ടും അമർത്തി, വീണ്ടും പ്രതികരണമില്ല. 2-3 ആവർത്തി കോളിംഗ് ബെല്ല് അമർത്തിയിട്ടും വാതിൽ തുറക്കാൻ ആരും വന്നില്ല. ഇത് കണ്ടു നിന്ന അടുത്ത ഫ്ലാറ്റിലെ ഒരു സുന്ദർ അരികിലേക്ക് വന്നു. അയാളുടെ കൺമുൻപിൽ വെച്ച് തന്നെ ഒന്നുകൂടെ പ്രസ് ചെയ്തിട്ടും തുറക്കാത്തതുകൊണ്ട് രണ്ടാളും കൂടെ ബലമായി കതക് ചവിട്ടി പൊളിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ രണ്ടാളും കൂടെ ചേർന്ന് കതക് ചവിട്ടി പൊളിച്ചു. അകത്ത് കിടന്നപ്പോൾ കണ്ട കാഴ്ച, കട്ടിലിൽ ബെഡിലിൽ ചോര വാർന്ന് ചലനമറ്റ് കിടക്കുന്നു ദാനി, സലിമിൻ്റെ പ്രിയപ്പെട്ട ഭാര്യ. അയാളാകെ തളർന്നുപോയി. അയാൾക്ക് പിടിച്ച് നിൽക്കാൻ പറ്റുന്നില്ല. അടുത്തത് നോക്കാൻ പോലും തോന്നുന്നില്ല. അയാൾ ആ സെറ്റിയിൽ തളർന്നിരുന്നു. ഒപ്പം ഉണ്ടായിരുന്ന സുന്ദർ ഉടനെ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്ത് പോലീസ് SI പാർട്ടി അറ്റൻഡ് ചെയ്തു. SI പാർട്ടി വന്ന് നോക്കിയപ്പോൾ വിവരങ്ങൾ അന്വേഷിച്ചതിലാണ് സലിം പറഞ്ഞു, ഞാൻ ടെക്നോ പാർക്കിലാണ് എനിക്ക് ജോലി. ഞാൻ രാവിലെ പോയി കഴിഞ്ഞാൽ ഭാര്യ ഡാനി മാത്രമേ വീട്ടിലുണ്ടാവുള്ളൂ. പരിചയമില്ലാത്ത ആരെങ്കിലും വന്ന് ബെല്ലടിച്ചാൽ വാതിൽ തുറക്കരുതെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ ഇന്ന് ഞാൻ ഉച്ച സമയത്ത് വന്ന് വാതിൽ ബെല്ലടിച്ചിട്ട് തുറക്കാത്തപ്പോഴാണ് സംശയം തോന്നി. ഞങ്ങൾ രണ്ടാളും കൂടെ വാതിൽ ചവിട്ടി തുറന്നു. അപ്പോഴാണ് ഈ കാഴ്ച കണ്ടത്. കേട്ടുന്ന SIക്കൊരു സംശയം. അപ്പം അങ്ങനെയാണെങ്കിൽ വീടിനുള്ളിൽ കൊല നടത്തിയിട്ട് കൊലയാളി എങ്ങനെ പുറത്തുപോയി? നിങ്ങൾ രണ്ടുപേരും വാതിൽ ചവിട്ടിയാണ് തുറന്നത്. വേറെ വാതിലുകളൊന്നും ഇല്ലല്ലോ, തുറന്നിട്ടില്ലല്ലോ. ഇല്ല. ഈ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് മുന്നിൽ തറയിൽ ഒരു താക്കോൽ കിടക്കുന്നത്. അപ്പോൾ മനസ്സിലായി. സലിം പറഞ്ഞു, സാർ ഇത് പുറത്തിറങ്ങിയ കൊലയാളി ഈ വാതിലിൻ്റെ അടിയിലുള്ള വിടവിലൂടെ അകത്തേക്ക് എറിഞ്ഞതാണ്. അങ്ങനെ ആയിരിക്കണം സംഭവം. SIക്കും ബോധ്യമായി. ശരി, ഈ സലീമിൻ്റെ ഒപ്പ് വാങ്ങിയിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് വാങ്ങി ഒപ്പിട്ട് അത് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഒരു FIR റെഡിയാക്കി. അതിനു മുമ്പ് എന്തെങ്കിലും പണമോ വല്ലതും നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് അറിയാനൊന്ന് നോക്കാൻ പറഞ്ഞപ്പോൾ സലിം അലമാരയിൽ നോക്കിയിട്ട് വന്ന് പറഞ്ഞു, സാർ ഒരു 10,75,000 രൂപയുണ്ടായിരുന്നു, ഒരു 10-15 പവൻ്റെ ആഭരണങ്ങളും ഉണ്ടായിരുന്നു അലമാരയിൽ, അത് കാണാനില്ല. അപ്പോൾ ആ സെക്ഷനെ കൂടെ ചേർത്ത് മർഡർ ഫോർ ഗെയിൻ എന്നുള്ള സെക്ഷനിലിട്ട് FIR രജിസ്റ്റർ ചെയ്തു. FIR രജിസ്റ്റർ ചെയ്ത ഉടനെ നെഗറ്റീവ് ക്രൈമായിട്ട് CA വിവരം അറിയിച്ചു. സർക്കിൾ ഇൻസ്പെക്ടറെ വിവരം അറിയിച്ചതും ഒപ്പം തന്നെ ഫിംഗർ പ്രിൻ്റ് ബ്യൂറോയ്ക്കും സയൻറ്റിഫിക് എക്സ്പെർട്ടിനൊക്കെ മെസ്സേജുകൾ അയക്കുകയും ചെയ്തു. ഈ മെസ്സേജ് കിട്ടിയ ഉടനെ തന്നെ FIRൻ്റെ കോപ്പി ഗ്രേവ് ക്രൈം റിപ്പോർട്ട് കിട്ടിയ ഉടനെ തന്നെ 4-5 പോലീസുകാരെയും കയറ്റി ASIയുമായിട്ട് സംഭവ സ്ഥലത്തെത്തുമ്പോൾ കാണുന്നത് ഈ കുറേ വീടുകൾ, കുറേ ആൾക്കാർ കൂടി നിൽപ്പുണ്ട്. ഒരു ചുറ്റും അതിലുള്ള ഒരു കാമ്പൗണ്ടിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ഒരു 4 ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയ ഒരു കെട്ടിടം. അതിനെ ഫാമിലി ഫ്ലാറ്റ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ കെട്ടിട സമുച്ചയം എന്ന് വിളിക്കാം. അതിലൊരെണ്ണത്തിലാണ്, ആദ്യത്തെ താഴത്തെ ഇടത് ഭാഗത്തുള്ള ഫ്ലാറ്റിലാണ് ഈ സംഭവം നടന്നത്. എന്തായാലും ആൾക്കാരെ തള്ളി മാറ്റി വീട്ടിനുള്ളിൽ കടന്ന് നോക്കുമ്പോഴാണ് കഴുത്തിൽ ആഴത്തുള്ള മുറിവേറ്റ് ചലനമറ്റ് കിടക്കുന്നു സുന്ദരിയായ ഒരു 25 വയസ്സുകാരി. ആ മുറിയെ ആകെ ഒന്ന് പരതി നോക്കി. അപ്പോൾ ഈ കൊല്ലാൻ ഉപയോഗിച്ച ആയുധം വല്ലതും ഉണ്ടോ എന്ന് നോക്കിയപ്പോൾ ആയുധം അവിടെ തന്നെ ഉണ്ടായിരുന്നു. അത് എടുത്തില്ല തൽക്കാലം. അത് അവിടെ തന്നെ സേഫായിട്ട് വെച്ചിട്ട് അവിടുത്തെ ഫോട്ടോകളൊക്കെ എടുപ്പിച്ചു.
ഫിംഗർ പ്രിൻ്റ് ബ്യൂറോക്കാർ വന്ന് പരിശോധനകൾ ആദ്യം നടത്തട്ടെ, അതിനുശേഷം ഇൻക്വസ്റ്റ് എഴുതാമെന്നുള്ള തീരുമാനത്തിൽ അവർക്ക് വേണ്ടി കാത്തു നിൽക്കുന്നതിനിടയിൽ പുറത്തിറങ്ങി വിവരങ്ങളൊക്കെ ആരാഞ്ഞു എന്താണ് സംഭവിച്ചതെന്ന് അറിയാനായിട്ട്. സലീമാണ് ആദ്യം പറഞ്ഞത്, സാർ എൻ്റെ ഭാര്യ ഡാനിയാണ് ഈ കൊല്ലപ്പെട്ട് കിടക്കുന്നത്. എനിക്ക് ടെക്നോ പാർക്കിലാണ് ജോലി. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 3 വർഷമായി. അന്ന് മുതൽ ഞങ്ങൾ ഒരുമിച്ചാണ്, ഇവിടെയാണ് താമസം. ബന്ധുക്കളാരും ഇവിടെ വരാറില്ല. കാരണം എല്ലാ വീക്കെൻഡിലും മിക്കവാറും ഞങ്ങൾ ബന്ധുക്കളുടെ വീട്ടിൽ അങ്ങോട്ട് പോകാറാണ് പതിവ്. അതുകൊണ്ട് ആരും ഇവിടെ വരാറില്ല, അങ്ങനെ വിസിറ്റേഴ്സ് ആരും വരാറില്ല. ഇവിടെ പിന്നെ ഒരാൾ വരുന്നത് ഒരു ഡാനിയുടെ ഒരു ബന്ധുവാണ്. അത് വീട്ടിൽ നിന്ന് കൊടുത്തയക്കുന്ന സാധനങ്ങളൊക്കെ കൊണ്ടെത്തിക്കാനും ആയിട്ടാണ് വരുന്നത്. അയാൾക്ക് ഈ ടാറ്റ മോട്ടോഴ്സിൻ്റെ കരിക്കകം ബ്രാഞ്ചിലെ യൂണിറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരു ജോലിക്കാരനാണ് ശിവകുമാർ. ഈ അയാളല്ലാതെ ഇവിടെ മറ്റാരും ഇവിടെ വരാറില്ല പതിവായിട്ട്. സലീമിൻ്റെ മൊഴി ഇവിടെ കേട്ടതിന് ശേഷം മറ്റുള്ളവർ, അടുത്തുള്ള ഫ്ലാറ്റിലുള്ളവരുടെ മൊഴികളൊക്കെ എടുക്കാൻ നോക്കിയപ്പോഴും 3 ഫ്ലാറ്റിലുള്ളവരെയും വിളിച്ച് അവരുടെ വിവരങ്ങളൊക്കെ അവരോട് വിവരിച്ചു. അപ്പോൾ അവർ പറഞ്ഞത്, ഞങ്ങൾ ഇന്ന് പകല് പുറത്തുനിന്ന് ആരെങ്കിലും വരുന്നതായിട്ടോ വീട്ടിനുള്ളിൽ എന്തെങ്കിലും ബഹളം കേൾക്കുന്നതായിട്ടോ ഒന്നും കേട്ടില്ല, ഒരു ശബ്ദം പോലും കേട്ടില്ല എന്നാണ് മറ്റ് 3 ഫ്ലാറ്റിലുള്ളവരും പറഞ്ഞെങ്കിലും അതിൽ ഒരാൾ, ഒരു സുന്ദർ, ഈ വാതിൽ തുറക്കം ഉണ്ടായിരുന്ന ഒരാൾ, ഒരു ഫ്ലാറ്റിൽ താമസിക്കുന്ന ഒരാളാണ്. അയാൾ പറഞ്ഞു, സാർ ഇവിടെ ഒരാൾ പതിവായിട്ട് വരും, അത് ശിവകുമാറാണ്, അത് ഡാനിയുടെ ബന്ധുവാണ്. പകലും രാത്രി എപ്പോഴാണെന്ന് ഇടയ്ക്കിടയ്ക്ക് അയാൾ വരാറുണ്ട്, എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കൊണ്ടുവരുന്നതാണ് കണ്ടിട്ടുള്ളത്. അയാളല്ലാതെ മറ്റാരും ഇവിടെ അങ്ങനെ വരാറില്ല. അയാൾ വന്നിട്ടുള്ളത് ഞാൻ കണ്ടിട്ടുണ്ട്, പുറമേ നിന്ന് വന്നിട്ടുള്ള വന്നിട്ട് അയാളാണ്. ശരി. ചുറ്റുമുള്ളവരുടെ അന്വേഷണത്തിൽ ഈ ഒരു ചായക്കടക്കാരൻ വിശ്വനാഥൻ പറഞ്ഞത്, ഞാൻ രാവിലെ പാല് വാങ്ങാൻ പോയപ്പോൾ ഒരു ഓട്ടോറിക്ഷ ഇവിടെ കിടക്കുന്നുണ്ട്, ഒരു 11:30 കഴിഞ്ഞ സമയത്ത്. തിരിച്ച് പാല് വാങ്ങിയിട്ട് വന്ന ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഈ ഓട്ടോറിക്ഷ ഇവിടെ കണ്ടില്ല. അപ്പോൾ ഓട്ടോറിക്ഷയിൽ ആരാണ് വന്നതെന്ന്, ഏത് വീട്ടിലാണ് വന്നതെന്നും അറിയില്ല. അയാൾ പറഞ്ഞതും രേഖപ്പെടുത്തി. ഇതിനിടയ്ക്ക് ഫിംഗർ പ്രിൻ്റ് ബ്യൂറോക്കാർ വന്നു. അവർ വന്ന് പരിശോധനകൾ തുടങ്ങി. കഴുത്തിലേറ്റ ആഴത്തിലുള്ള മുറിവാണ്, അതിൽ നിന്നാണ് ചോര വാർന്നിരിക്കുന്നത്. ചോര വാർന്ന തറയിൽ വീണ് കിടക്കുന്നതും അതിൻ്റെ എല്ലാ സാമ്പിളുകളും എല്ലാം ശേഖരിച്ചു. ശരീരത്തിൽ പരിശോധിച്ചതിൽ പാത്രങ്ങളൊക്കെ 1-2 എണ്ണം മറിഞ്ഞു കിടക്കുന്നതും ഈ കൈനഖങ്ങൾക്കുള്ളിൽ ചുവന്ന എന്തോന്നോ വസ്തു കട്ട പിടിച്ചിരിക്കുന്നതും കണ്ടതിൽ വയലൻസ് നടന്നിട്ടുണ്ടെന്നുള്ളത് ഇത് മനസ്സിലായി. കാരണം ഈ എതിരാളിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചപ്പം നഖത്തിൽ അയാളുടെ ശരീരത്തിലുള്ള ആ മാംസം പറ്റിയിരിക്കുന്നതാണെന്ന് മനസ്സിലായി. അതും സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാൻ ഫിംഗർ പ്രിൻ്റ് ബ്യൂറോ അവർക്ക് നിർദ്ദേശം നൽകി. അവരത് സൂക്ഷിച്ചെടുക്കാൻ തുടങ്ങി. ആ എഴുതിക്കൊണ്ടിരുന്ന് ഫിംഗർ പ്രിൻ്റുകാരുടെ തെളിവ് ശേഖരണം കഴിഞ്ഞിട്ട് ASAയോട് വിളിച്ച് പറഞ്ഞു, ആ ഇൻക്വസ്റ്റ് എഴുതാനുള്ള നടപടികളെല്ലാം ആരംഭിക്കണം. അതുകൊണ്ട് ചുറ്റുമുള്ള ഒരു 5 പേരുടെ പേരും അഡ്രസ്സും ഒക്കെ എഴുതി ആ പേപ്പറൊക്കെ റെഡിയാക്കി വെക്കാൻ പറഞ്ഞു. ASA അത് ചെയ്തുകൊണ്ടിരുന്നതിനിടയിൽ തന്നെ വീണ്ടും വന്ന് ഈ മൃതശരീരത്തിൻ്റെ അളവുകളൊക്കെ എടുത്ത് എഴുതേണ്ട രീതിയൊക്കെ ആദ്യം പറഞ്ഞു കൊടുത്തു. തുറന്ന് എഴുതാൻ ASA ഏൽപ്പിച്ചിട്ടാണ് മറ്റുള്ളവരുമായിട്ട് സംസാരിക്കാനുള്ള ഏർപ്പാടുകളുണ്ടാക്കി. അപ്പോൾ അവർ ഇവിടെ അഭിപ്രായത്തിൽ ഈ മറ്റാരും വന്നിട്ടില്ല എന്ന് പറഞ്ഞതെങ്കിലും ഇത് ശിവകുമാർ വരുമായിരുന്നല്ലോ, ശിവകുമാറിൻ്റെ വേറെ വോട്ട്സ് അറിയണമല്ലോ എന്ന് വിചാരിച്ച് അയാൾ ജോലി ചെയ്യുന്ന ടാറ്റ മോട്ടോഴ്സിൻ്റെ കരിക്കകം ബ്രാഞ്ചിലെത്തി അന്വേഷണം നടത്തി. അപ്പം അയാളടക്കം 4 പേര്, 5 പേര്, അയാളെയും കൂടെ ചേർത്ത് 5 പേര് തലേദിവസം രാത്രി 14-ാം തീയതിയാണ് ഈ കൊലപാതകം നടക്കുന്നത്. അതിൻ്റെ തലേദിവസം രാത്രി തന്നെ ട്രെയിനിൽ അവർ കോയമ്പത്തൂർ പോയിരിക്കുകയാണ് ബ്രാഞ്ചിൽ. അവിടെ നിന്ന് 5 കാറുകൾ റോഡ് മാർഗം ഓടിച്ചു കൊണ്ടുവരാനായിട്ട് ഇവർ 5 പേര്
പോയിട്ടുള്ളതായിട്ട് രേഖകളിൽ റെക്കോർഡിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ഒരു അഭിപ്രായം അത് തന്നെയാണ്. എന്തായാലും അടുത്ത ദിവസം ശിവകുമാർ മടങ്ങി എത്തുമെന്ന് പറഞ്ഞതനുസരിച്ച് വന്ന പാടെ അയാളെ കണ്ടു. അയാളെ കണ്ട് ചോദിച്ചതിൽ പറഞ്ഞതാണ്, സാർ ഞങ്ങൾ ഈ ഡാനിയുടെ വീട് തമിഴ്നാട്ടിലാണ്. ഈ സലിമിൻ്റെ വീട് നെയ്യാറ്റിൻകര. ഈ സലിം നെയ്യാറ്റിൻകര തമിഴ്നാട്ടിലെ എഞ്ചിനീയറിംഗ് കോളേജിൽ അഡ്മിഷൻ കിട്ടി അവിടെ പഠിക്കാൻ ചെന്നപ്പോഴാണ് ഒപ്പം പഠിക്കുന്ന ഡാനിയായി പരിചയപ്പെട്ടത്. അവരുടെ പ്രണയം ഞാൻ അറിഞ്ഞതിന് ശേഷം ഞാൻ അവരുടെ പ്രണയത്തിനെ പ്രോത്സാഹിപ്പിക്കുകയും അത് മുന്നിൽ നിന്ന് അത് വിവാഹത്തിൽ എത്തിക്കുന്നത് വരെ ഞാൻ അതിൻ്റെ കൂടെ ഒപ്പം നിന്നവനാണ് ഞാൻ. ഡാനി തമിഴ്നാട്ടിലെ കൾച്ചർ അനുസരിച്ച് എൻ്റെ മുറമാമനാണ്, അവളുടെ മുറമാമനാണ് ഞാൻ. പക്ഷെ ഞങ്ങളെ വീട്ടുകാർ തമ്മിൽ വളരെ അടുപ്പത്തിൽ കഴിയുന്നതുകൊണ്ട് എനിക്ക് അവിടെ ഒരു സഹോദരി എന്ന നിലയിൽ അല്ലാതെ അതിനപ്പുറത്ത് കാണാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അവളെ സഹോദരിയെ പോലെ തന്നെയാണ് അന്നും കണ്ടിട്ടുള്ളത്, ഇന്നും ഞാൻ അങ്ങനെ തന്നെയാണ് കാണുന്നത്. അവരുടെ വിവാഹം നടത്തിക്കാൻ മുന്നിൽ നിന്നത് ഞാനാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരുന്നത് എന്തെന്ന് പറഞ്ഞാൽ ഞാൻ നാട്ടിൽ പോയിട്ട് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വീട്ടുകാർ തന്നേക്കും, അത് കൊണ്ട് കൊടുക്കാനാണ്. പക്ഷെ കൊടുക്കുന്നെങ്കിലും ഈ അടുത്ത കാലത്തായിട്ട് ഈ ഡാനി തന്നെ പറഞ്ഞു, ഈ സലിമിന് ചില സംശയങ്ങളൊക്കെ ഉണ്ട്, അയാൾക്കൊരു പ്രത്യേക ടൈപ്പാണ് എന്നൊരു സൂചന നൽകിയതോടുകൂടി എൻ്റെ ഈ അവിടുത്തെ പോക്കിൻ്റെ എണ്ണം കുറച്ച്. അത്യാവശ്യത്തിന് സാധനം കൊണ്ട് പെട്ടെന്ന് വാതിലിൽ നിന്നിട്ട് കൊടുത്തിട്ട് പോകുന്ന അങ്ങനെയുള്ള, അല്ലാതെ സലിം ഉള്ളപ്പോഴേ അല്ലാതെയുള്ള എൻ്റെ യാത്രകൾ ഞാൻ നിർത്തി വെച്ചിരുന്നു. ഇതാണ് ശിവകുമാറിൻ്റെ വീട്. ഈ മറ്റ് 3 ഫ്ലാറ്റുകളിൽ താമസിക്കുന്നവരിൽ ഒരാൾ ഈ കെട്ടിടത്തിൻ്റെ ഉടമ തന്നെയാണ്. അയാളും ഈ വിവരങ്ങളൊക്കെ അയാൾക്കും അറിയാമായിരുന്നു. അയാൾ പറഞ്ഞത്, ഇവർ വന്ന അന്ന് മുതൽ സന്തോഷത്തിലാണ് കഴിഞ്ഞിരുന്നത്, എങ്കിലും ഒരു ചെറിയ പ്രശ്നമുണ്ടായിരുന്നു. ഈ സലിം ഡിഗ്രി കഴിഞ്ഞ ഉടനെ തന്നെ, എഞ്ചിനീയർ ഡിഗ്രി എടുത്ത ഉടനെ തന്നെ ടെക്നോ പാർക്കിൽ ജോലി കിട്ടി, അവിടെ ജോയിൻ ചെയ്തു. പക്ഷെ ഡാനിക്ക് 2-3 പേപ്പറുകൾ കിട്ടാനുള്ളതുകൊണ്ട് അത് എഴുതിയെടുക്കാനുള്ള ശ്രമത്തിലായിരുന്നു. മാത്രമല്ല അത് എഴുതിയെടുത്ത് ഒരു ജോലി സമ്പാദിച്ചതിന് ശേഷമേ പ്രസവത്തെക്കുറിച്ച് ആലോചിക്കുകയുള്ളെന്നോ അവൾ ഒരു കണ്ടീഷൻ വെച്ചു. സലിമിനത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ആദ്യം അത് സമ്മതിച്ചു. പിന്നീട് 1-2 വർഷം കഴിയുന്നതിനിടയ്ക്ക് ഇവിടെ പാസ്സായെങ്കിലും പിന്നെയും പ്രസവത്തിന് അവൾക്ക് അനുകൂലമായ നിലപാടല്ല. അവൾ ഗുളികകൾ കഴിക്കുന്നുണ്ടെന്ന് അവൾ തുറന്നു പറഞ്ഞിരുന്നു, പ്രഗ്നൻ്റാവാതിരിക്കാനുള്ള. അതിനെ ചൊല്ലി അവർ ചില തർക്കങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഡാനി അക്കാര്യത്തിൽ ഉറച്ചു നിന്നു. 3 വർഷം കഴിയാതെ ഞാൻ പ്രസവിക്കില്ല, ജോലിയൊക്കെ കിട്ടിയൊരു സമാധാനത്തിൽ. ഈ സലിമിൻ്റെ വീട്ടുകാരും ഡാനിയുടെ വീട്ടുകാരും സലിമിൻ്റെ അഭിപ്രായത്തോട് യോജിക്കുന്നവരായിരുന്നു. പക്ഷെ എന്തുകൊണ്ട് അവൾ ആ അഭിപ്രായത്തിൽ ഉറച്ചു നിന്നു? അങ്ങനെ ഇവർ സന്തോഷമായിട്ട് കഴിയുന്നതിനിടയ്ക്ക് ചില അലോസരങ്ങൾ ഉണ്ടാവുമെങ്കിലും വലിയ വഴക്കുകളും അങ്ങനെയൊന്നും ഉണ്ടാകാറില്ല. പക്ഷേ ഈ സുന്ദർ പറഞ്ഞ മൊഴി അനുസരിച്ച് ഈ ദിവസവും ജോലി കഴിഞ്ഞ് വന്നതിന് ശേഷം എൻ്റെ അടുത്തൊന്ന് ചോദിക്കും, ഇന്ന് പകൽ ആരെങ്കിലും വന്നിരുന്നോ, താഴെ വീട്ടിൽ ആരെങ്കിലും വന്നിരുന്നു? അയാൾ പറയും, സുന്ദർ വന്നിരുന്നതെന്ന് തോന്നും, പക്ഷെ ഇന്ന് വന്നോ ഇല്ലെന്ന് എനിക്കറിയില്ല. വീണ്ടും അയാൾ ചോദിക്കും, ഒന്നുകൂടെ ആലോചിച്ച് നോക്കൂ, വേറെ ആരെങ്കിലും വന്നിട്ടുണ്ടായിരുന്നു, പുറത്തുനിന്ന് ആരെങ്കിലും? ഈ സുന്ദറിന് പിന്നെ ഇതൊരു ശല്യമായപ്പോൾ സുന്ദർ തന്നെ വിചാരിച്ചു, ഇയാളൊരു സംശയ രോഗിയാണല്ലോ എന്നൊരു തോന്നൽ സുന്ദറിനും ഉണ്ടായിരുന്നു. ആ കാര്യം അയാൾ തുറന്ന് പറയുകയും ചെയ്തു. അപ്പം അങ്ങനെ ഇരിക്കുകയാണ് ഈ സംഭവം നടക്കുന്നത്. 12 മണിക്ക് ഊണ് കഴിക്കാൻ വന്ന സലിം വന്നപ്പോഴാണ് ഈ സംഭവം കാണുന്നത്. ഈ സംഭവം കഴിഞ്ഞ ഉടനെ തന്നെ അവരുടെ എല്ലാം സ്റ്റേറ്റ്മെൻ്റൊക്കെ എടുത്തിട്ട് അന്ന് അവരെ അന്വേഷിച്ചു, നെയ്യാറ്റിൻകരയിൽ നിന്നോ തക്കല ഭാഗത്തു നിന്നോ ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നോ എന്ന് അന്വേഷിച്ചിട്ട് അവരെ വീട്ടിൽ നിന്ന് ബന്ധുക്കളാരും വന്നിട്ടില്ല എന്നുള്ള അറിവ് ലഭിച്ചു. പിന്നെ വരാൻ സാധ്യത ഉള്ളത് ഈ ശിവകുമാറാണ്. ശിവകുമാർ സ്ഥലത്തില്ലായിരുന്നു.
പിന്നെ മറ്റാര് വരാനാണെന്നുള്ള ആ അന്വേഷണം നടത്തിക്കൊണ്ടിരുന്നതിനിടയിലാണ് ഈ ഈ സലീമിനോട് കൂടുതൽ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയത്. അവള് ഞങ്ങൾ തമ്മിൽ വിവാഹം കഴിക്കുന്ന സമയത്തും ഭയങ്കര സ്നേഹമായിരുന്നു പരസ്പരം. അപ്പോൾ അതിൻ്റെ ഒരു അത് ആ സമയത്ത് നമ്മൾ സ്നേഹത്തിൻ്റെ ആ മൂർധന്യത്തിൽ നിൽക്കുന്ന അവസരത്തിലാണ് ഞങ്ങൾ വിവാഹം കഴിഞ്ഞത്. അതിനുശേഷം ഇവൾക്ക് ഇപ്പം 3 വർഷത്തേക്ക് പ്രസവിക്കില്ല എന്നുള്ള അവളുടെ തീരുമാനത്തിൻ്റെ പുറത്ത് മാത്രമേ ഞങ്ങൾ ഈ ചെറിയ പിണക്കങ്ങൾ ഉണ്ടായിട്ടുള്ളൂ എന്നാണ് സലിമിൻ്റെ വെർഷനാണെങ്കിലും. നേരെ ഈ അവിടുത്തെ പരിശോധനകൾ നടത്തിയതോടൊപ്പം മൃതശരീരം പോസ്റ്റ്മോർട്ടം പരിശോധനയ്ക്കായിട്ട് അയക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഇത് ആരെയാണ് സംശയിക്കേണ്ടതെന്നൊന്നും അറിഞ്ഞില്ലെങ്കിലും സലിമിനെ കുറിച്ച് ഒന്ന് അന്വേഷിക്കാൻ തോന്നി. ഇയാളൊരു എന്തെങ്കിലും വേണ്ടാത്ര കാണിച്ചോ എന്നൊരു സംശയം തോന്നി. നേരെ സലിമിൻ്റെ ടെക്നോ പാർക്കിലെ ഓഫീസിൽ നിന്ന് അന്വേഷിച്ചപ്പോൾ അന്ന് 14-ാം തീയതി 14/2 സലിം രാവിലെ ഓഫീസിലെത്തി. അന്ന് പ്രസൻ്റാണ്. പക്ഷെ 11 മണിയോടുകൂടി ഈ കമ്പനിയുടെ മറ്റൊരു ബ്രാഞ്ചിലേക്ക് ഇയാൾ വിസിറ്റ് ചെയ്യാനായിട്ട് പോകുന്നതെന്ന് എഴുതിയിട്ട് മൂവ്മെൻറ്റ് രജിസ്റ്റർ എഴുതിയിട്ടുണ്ട്. പോയിട്ട് ഏതാണ്ട് 12 മണിയോട് അടുപ്പിച്ച് മടങ്ങി വന്നതായിട്ട് മൂവ്മെൻറ്റ് രജിസ്റ്റർ എഴുതിയിട്ടുണ്ട്. പക്ഷെ ഗേറ്റിൽ ചെന്ന് ഗേറ്റ് കീപ്പറുടെ അടുത്ത് വാച്ച്മാനോട് ചോദിച്ചപ്പോൾ അയാളെ രജിസ്റ്ററിൽ എഴുതിയിരിക്കുന്നത് ഏതാണ്ട് 11 ആയോടുകൂടി ഈ സലിം ബൈക്കുമായിട്ട് പുറത്തേക്ക് പോയി. അയാൾ ബൈക്ക് എന്തോ നന്നാക്കാനെന്ന് പറഞ്ഞാണ് പോയത്. ഒരു 12 മണിയോട് അടുപ്പിച്ച് അയാൾ തിരിച്ചു വന്നു. വീണ്ടും 1 മണിയായപ്പോഴാണ് ഊണ് കഴിക്കാനെന്ന് പറഞ്ഞ് പോയത്. ഇതെല്ലാം ആ രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 3 പ്രാവശ്യം പോവുകയും വരികയും ചെയ്തതിൻ്റെ. അപ്പോൾ ഈ സെക്യൂരിറ്റിക്കാരൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വാങ്ങി ഇതിൻ്റെ ഫോട്ടോ കോപ്പി എടുത്ത് വെച്ചിട്ടു. അത് കഴിഞ്ഞാണ് നേരെ ഇയാൾ പരാതി പറഞ്ഞിട്ടുള്ളത് ഈ ഡാനിക്ക് മറ്റ് പലരുമായിട്ട് ഫോൺ ചെയ്യുന്ന സ്വഭാവമുണ്ട്. എപ്പോഴും ഫോണിൽ തന്നെയാണ്. അപ്പോൾ അത് ആരെന്ന് അറിയില്ല, ആരോടെന്ന് എനിക്കറിയില്ല. പക്ഷെ എപ്പോഴും ഫോണിലാണ് സംസാരിക്കുന്നത് എന്നൊരു പരാതിയും ഇയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നതനുസരിച്ച് ഈ ഡാനിയുടെ ഫോൺ എടുത്ത് ഞങ്ങൾ പരിശോധിക്കാൻ അയക്കുകയും ചെയ്തു. കാൾ രജിസ്റ്റർ നോക്കിയപ്പോൾ പരിശോധിച്ചപ്പോൾ ഒരേ ഒരു നമ്പറിലേക്കേ വിളിച്ചിട്ടുള്ളൂ. അത് ഡാനിയുടെ അമ്മയുടെ നമ്പറിലാണ്. അത് വെരിഫൈ ചെയ്യാനായിട്ട് നേരെ തക്കലയെത്തി ഡാനിയുടെ അമ്മയെ കണ്ട് വിവരങ്ങൾ അന്വേഷിച്ചു. അപ്പോഴാണ് ഡാനിയുടെ അമ്മയാണ് വിവരങ്ങൾ പറഞ്ഞത്. സാർ, അവള് വിവാഹം കഴിഞ്ഞ് ഞങ്ങളുടെ വീട്ടിലാണ് വരാറുള്ളത്. ഞങ്ങളെപ്പോഴും അങ്ങോട്ട് പോകാറില്ല, അവിടെ വരാറുണ്ട്. പക്ഷേ ഈ 3 വർഷക്കാലം ഒരു കാലാവധി വെച്ചിട്ട് ഈ പ്രസവത്തിന് അപ്പോഴേ പറ്റുള്ളൂ എന്നുള്ള നിബന്ധന വെച്ചതിൽ സലിമിനോട് അഭിപ്രായത്തോടാണ് ഞങ്ങൾക്ക് യോജിപ്പുണ്ടായിരുന്നത്. അവളുടെ തീരുമാനത്തോട് നമുക്ക് യോജിപ്പില്ലായിരുന്നു. പക്ഷേ ഈ 14-ാം തീയതി അവൾ ഫോൺ ചെയ്ത് അതിനു മുമ്പും എന്നെ ഫോൺ ചെയ്ത് വിവരം അറിയിച്ചിട്ടുണ്ടായിരുന്നു. അവൾ 4 മാസം പ്രഗ്നൻ്റ് ആയിരുന്നു. പക്ഷേ ഈ വിവരം ഞങ്ങൾ രഹസ്യമാക്കി വെച്ചു. അത് അവൾ തന്നെ പറഞ്ഞു, ഞാൻ തോറ്റുപോയില്ല, എന്തായാലും ചേട്ടൻ തന്നെ കണ്ടുപിടിക്കട്ടെ എന്നൊരു നിബന്ധന അവൾ വെച്ചാണ്ട് അമ്മ തൽക്കാലം ആരോടും പറയണ്ട എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാനും ഈ വിവരം പുറത്ത് പറഞ്ഞില്ല. പക്ഷേ മകൾക്ക് ആവശ്യമുള്ള ലേഹ്യവും മലക്കറിയും എല്ലാം ഞാൻ വാങ്ങി ശിവകുമാറിന് കൊടുത്തയക്കുമായിരുന്നു. ശിവകുമാറിന് ഈ സലിമിന് ഇത് അറിഞ്ഞുകൂടായിരുന്നു ഈ കുട്ടി പ്രഗ്നൻ്റ് ആണെന്നുള്ളത്. ദിവസവും അവൾ എൻ്റെ ഫോണിൽ ഒരു ദിവസമെങ്കിലും ഒരു നേരമെങ്കിലും വിളിക്കാതെ ഇരിക്കില്ല. എന്നും വിളിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് വയ്ക്കുന്നത്. ഈ വിവരം അമ്മയുടെ സ്റ്റേറ്റ്മെൻറ്റ് രേഖപ്പെടുത്തിയിട്ട് അവിടുന്ന് പോകും. തിരിച്ച് വന്ന് ഇത്രയും പേരെ ചോദിച്ചിട്ടും ഒരു 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 വ്യക്തമായിട്ടൊരു ചിത്രം തെളിഞ്ഞു വരാത്തതുകൊണ്ട് സലിമിനെ നേരിട്ട് തന്നെ വിളിച്ച് ചോദിച്ചു. സലിം, ഞങ്ങളുടെ അന്വേഷണത്തിൽ
പ്രതികളെ കണ്ടെത്താറായിട്ടുണ്ട്. ഒരു ചെറിയ 1-2 ക്ലാരിഫിക്കേഷൻ വേണം. അതിനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. അതിനു മുമ്പ് ഒരു ദിവസം ഞങ്ങൾ ഈ ഈ മരണം കഴിഞ്ഞതിൻ്റെ അടുത്ത ദിവസം ഈ ടെക്നോ പാർക്കിൽ ചെന്ന് ഇയാളുടെ കമ്പനിയിൽ ചെന്ന് ഈ മറ്റ് ഡീറ്റെയിൽസ് എടുത്തുകൊണ്ട് പുറത്തിറങ്ങുമ്പം സലിം വന്നു. സലിം ജീപ്പിനടുത്ത് വന്നിട്ട് പറഞ്ഞു, "സാർ, ഇങ്ങനെ കൊല്ലത്ത് ഇങ്ങനെ ഒരു ഇതേമാതിരി സംഭവം നടന്നിട്ടുണ്ട്. അതിലെ പ്രതിയാണോ ഇങ്ങോട്ട് വന്നത്?" "ഇല്ല, ഇല്ല, അത് ഞങ്ങൾ അന്വേഷിച്ചു. ആ പ്രതികൾ അവരുടെ പോലീസിൻ്റെ കസ്റ്റഡിയിൽ തന്നെ ഉണ്ട്. അവർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്." പിന്നെ ഒരു സംശയം കൂടെ അയാൾ പറഞ്ഞു, "സാർ, അവൾ എപ്പോഴും ഫോണിലാണ് സംസാരിക്കുന്നത്. ആരുമായിട്ടൊക്കെ ബന്ധമുണ്ട്. അത് ആരുമായിട്ടൊക്കെ ഒന്ന് പരിശോധിക്കുമോ?" "ഓ, അതിനെന്താ, അത് പരിശോധിക്കാം. ഒരു കാര്യം ചെയ്യണം. ഇന്നിപ്പോൾ താൻ ഡ്യൂട്ടിയിലല്ലല്ലോ?" "അല്ല സാർ, എന്നെ ഒരു റെക്കോർഡ് കൊണ്ടുവരാനായിട്ട് ഒരു വണ്ടി അയച്ച് എന്നെ വിളിപ്പിച്ച് ഞാനത് സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ കമ്പ്യൂട്ടറിലുള്ളത് അവർക്ക് കൊടുക്കാനാണ് ഞാൻ വന്നത്. ഞാൻ ഉടനെ പോവുകയാണ്. എന്നാൽ താനൊരു കാര്യം ചെയ്യും. നാളെ രാവിലെ സ്റ്റേഷനിലോട്ട് വരണം. കഴക്കൂട്ടം സ്റ്റേഷനിൽ വരണം, സർക്കിൾ ഓഫീസിൽ." സമ്മതിച്ച് പോവുകയും ചെയ്തു. അയാൾ സ്റ്റേഷനിൽ വന്നപ്പോഴാണ് ആദ്യം തന്നെ കാര്യം പറഞ്ഞു. "മിസ്റ്റർ സലീം, ഈ ദാനിയെ കൊന്ന കൊലയാളിയെ ഞങ്ങൾ കണ്ടെത്തിക്കഴിഞ്ഞു. എല്ലാ തെളിവുകളോടും തന്നെ. പക്ഷെ ഇനി ആ ചെയ്ത പ്രതി തന്നെ ആ കുറ്റം ഏറ്റു പറയണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് സലീമിന് എന്താ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ സത്യസന്ധമായിട്ട് പറയാനുള്ള കാര്യങ്ങൾ പറയണം. ആവശ്യമുള്ള സമയം എടുത്തോളൂ, പക്ഷേ പറയുന്നത് സത്യമായിരിക്കണം." എല്ലാ തെളിവുകളും ശേഖരിച്ചു എന്നൊക്കെ പറഞ്ഞതോടുകൂടി ഈ സലിം ആകപ്പെടെ ഒരു ഡിലമയിലായി. വീട്ടിലായെന്നൊക്കെ തോന്നി. കുറച്ച് നേരം ആലോചിച്ചിട്ട് അയാൾ പറഞ്ഞു, "സാർ, ഞാൻ എഞ്ചിനീയറിംഗ് കോളേജ് പഠിക്കാൻ ചെന്നപ്പോൾ ഉള്ള പരിചയമാണ് ഡാനിയെ. അത് ഞങ്ങളുടെ പ്രണയം വീട്ടുകാരുടെ സഹായത്തോടു തന്നെ സഹകരണത്തോടു തന്നെ വിവാഹത്തിൽ കലാശിക്കുകയാണ് ഉണ്ടായത്. ഞങ്ങൾ ഒരുമിച്ച് കഴിയുകയായിരുന്നു. അപ്പോൾ ആദ്യ നാളുകളിൽ ഞങ്ങൾ പരസ്പരം സ്നേഹിക്കാൻ മത്സരമായിരുന്നു. ആരാണ് കൂടുതൽ സ്നേഹിക്കുന്നത് എന്നുള്ളത് തമ്മിലുള്ള മത്സരമായിരുന്നു ആദ്യത്തെ കാലത്ത്. അത് കഴിഞ്ഞ് ഇവളുടെ ഈ നിർബന്ധം, വാശി, 3 വർഷം കഴിഞ്ഞേ പ്രസവിക്കുകയുള്ളൂ എന്നുള്ള ആ വാശി, അതിനോട് എനിക്ക് യോജിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഒരു പ്രശ്നം ഞങ്ങൾ തമ്മിലുണ്ടായിരുന്നു. മാത്രമല്ല, ഇവൾക്ക് ഫോണിൽ എപ്പോഴും സംസാരിക്കുന്നത് ആരോടാണെന്ന് ചോദിച്ചാൽ പറയില്ല. അന്നേ ദിവസം ഞാനൊരു 11:30 മണിക്ക് അപ്രതീക്ഷിതമായാണ് വീട്ടിലേക്ക് ചെന്നത്. അത് ബൈക്ക് കൊണ്ട് വർക്ക്ഷോപ്പിൽ വെച്ചിട്ട് അവിടുത്തെ ഒരു ഓട്ടോറിക്ഷ പിടിച്ചതിനാണ് ഞാൻ ഓട്ടോറിക്ഷയിലാണ് പോയത്. അവിടെ ചെന്ന് വാതിൽ മുട്ടിയപ്പോൾ അകത്ത് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരുന്ന ആളുടെ ഫോൺ നിർത്തിയിട്ട് ആ ഫോൺ കയ്യിൽ വെച്ചുകൊണ്ട് തന്നെയാണ് വന്ന് വാതിൽ തുറന്നത്. അപ്പം ഞാൻ ചോദിച്ചു, "നീ ആരോടാണ് ഈ സംസാരിക്കുന്നത്?" എൻ്റെ മുഖഭാവം കണ്ടപ്പോൾ അവൾ എന്തോ ആയെന്ന് അവൾ പറഞ്ഞില്ല. ആരോടാണെന്ന് അവൾ മിണ്ടിയില്ല. പക്ഷെ ആ നിശബ്ദത എന്നെ പ്രകോപിപ്പിച്ചു. ദേഷ്യം സഹിക്കാൻ വയ്യില്ല. ഞാൻ വീണ്ടും ചോദിച്ചു, "നീ ആരോടാണ് സംസാരിച്ചുകൊണ്ടിരുന്നതെന്ന് പറ." അവൾ പറഞ്ഞില്ല. എൻ്റെ കോപം ഇരട്ടിച്ചു. ഞാൻ അവളെ തള്ളി വലിച്ച് അടുക്കളയിൽ കൊണ്ടുപോയി. അടുക്കള ഭാഗത്ത് കൊണ്ടുപോയിട്ട് അവിടെ ഇരുന്ന കത്തി എടുത്ത് അവളെ കഴുത്തിൽ കുത്തി വലിച്ചു. എൻ്റെ ഇടത്തെ കയ്യിൽ ചാരി കിടന്നുകൊണ്ട് അവൾ എന്നെ ആക്രമിക്കാനൊക്കെ ശ്രമിച്ചു. എൻ്റെ ദേഹമൊക്കെ ചൊറിഞ്ഞ് പൊള്ളിച്ചു, മാന്തി പൊള്ളിച്ചു. ഞാൻ വിട്ടില്ല. ഞാൻ അവളെ അടുത്ത് കൊണ്ടുവന്നിട്ട് കട്ടിലിൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് കട്ടിലേക്ക് വലിച്ചത് അവിടെ കിടന്നു. ഞാൻ ഉടനെ തന്നെ ബാത്റൂമിൽ പോയി എന്താ ശരീരത്തിൽ രക്തം വല്ലതും പറ്റിയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ആ ഇതൊക്കെ മാറ്റിയിട്ട് ഷർട്ടും മാറ്റി പുറത്തേക്ക് വരുമ്പോൾ മുറിവിൽ പൊത്തിപ്പിടിച്ചുകൊണ്ട് അവളെന്നെ കൈകൊണ്ട് വിളിക്കുകയായിരുന്നു, അടുത്ത് വരാൻ അവൾ വിളിക്കുന്നു. ഞാനത് കാര്യമാക്കിയില്ല. ഇനി അത് പോയി രക്തമൊക്കെ എൻ്റെ ശരീരത്താവണം. ഞാനത് മൈൻഡ് ചെയ്യില്ല. ഞാൻ നേരെ വാതിൽ പൂട്ടി താക്കോല് ഈ അതിനിടയിലൂടെ ഇങ്ങനെ എറിഞ്ഞിട്ട് ഞാൻ വന്ന ഓട്ടോറിക്ഷയിൽ തന്നെ തിരിച്ചു പോവുകയും ചെയ്തു. ഇതാണ് അന്നുണ്ടായത് സാർ. അയാൾ കുറ്റസമ്മതം നടത്തി. മിസ്റ്റർ സലീം,
നിങ്ങൾ ഇത്രയും നേരം പറഞ്ഞത് സത്യം. ഇതിൻ്റെ എല്ലാ തെളിവുകളും ഞങ്ങളുടെ കയ്യിലുണ്ട്. ഞങ്ങൾ ശേഖരിച്ചു കഴിഞ്ഞു. നിങ്ങൾ പറഞ്ഞില്ലേ എപ്പോഴും ഫോണിൽ സംസാരിക്കുന്നു, അതും ഞങ്ങൾ വെരിഫൈ ചെയ്തു. അവളുടെ അമ്മയുടെ നമ്പർ മാത്രമേ അവളുടെ ഫോണിലുണ്ടായിരുന്നുള്ളൂ. അമ്മയോടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. എല്ലാ കാര്യങ്ങളും നിങ്ങൾ അറിഞ്ഞല്ലോ. ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്കറിയാം. പക്ഷേ ഒരു കാര്യം നിങ്ങൾ അറിയാത്തൊരു കാര്യമുണ്ട്, ഒരു രഹസ്യം. അത് അമ്മയും മകളും മാത്രം അറിയുന്ന ഒരു രഹസ്യമാണ്. നിങ്ങളോട് തൽക്കാലം പറയണ്ട. അത് സലിം തന്നെ കണ്ടുപിടിക്കട്ടെ എന്നൊരു തീരുമാനത്തിൽ അവർ നിങ്ങളോട് ഒളിപ്പിച്ചു വെച്ചത് സത്യമുണ്ട്. അതെന്താണെന്നറിയാമോ? അവൾ കഴിഞ്ഞ 4 മാസമായിട്ട് നിങ്ങളുടെ ബീജം ഉദരത്തിൽ പേറുകയായിരുന്നു. അതിന് ഞങ്ങൾ പോസ്റ്റ്മോർട്ടം നടത്തിയ സർട്ടിഫിക്കറ്റ് ഡോക്ടറെ കണ്ട് ചോദിച്ച് അതിൻ്റെ സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ടുണ്ട്. ഇതാ ഒരു ഫീറ്റസ് പ്രത്യേകം എടുത്ത് സൂക്ഷിക്കുന്നെന്ന് ഡോക്ടർ എഴുതിയിട്ടുണ്ട്. സലിമിനെ അത് കാണിക്കുമ്പോൾ അയാൾ അതിലൊന്നേ നോക്കിയുള്ളൂ. പെട്ടെന്ന് അയാൾ നിലവിളിച്ചുകൊണ്ട് ഷർട്ട് വലിച്ച് കീറി ആ കസയിലോട്ട് മറിഞ്ഞ് വീണ് ആ കീറിയ ഷർട്ട് വായിൽ പൊത്തി പിടിച്ചു വിങ്ങി വിങ്ങി കരയുകയായിരുന്നു. അന്ന് ആദ്യമായിട്ട് ഒരു കൊലയാളിയുടെ മുമ്പിൽ, അയാളുടെ കണ്ണുനീരിൻ്റെ മുമ്പിൽ നോക്കി നിന്നുപോയി. നിശബ്ദനായി നിൽക്കേണ്ടി വന്നു. സലീം അയാളെ ആശ്വസിപ്പിക്കാനെന്നോണം പറഞ്ഞു, സലീം നിങ്ങൾ സ്നേഹിക്കുന്നതിന്, പരസ്പരം സ്നേഹിക്കുന്നതിന് മത്സരമായിരുന്നു. പക്ഷേ പരസ്പരം മനസ്സിലാക്കാൻ ശ്രമിച്ചില്ല. അവളുടെ ഹൃദയം നിറയെ സലിം എന്ന വ്യക്തി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, മനസ്സും ശരീരവും. അവൾ ഫോൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അവളുടെ അമ്മയോട് മാത്രമേ ഫോൺ ചെയ്തിട്ടുള്ളൂ. അവളുടെ സ്നേഹം സലിമിന് മാത്രമേ അവൾ പങ്കുവച്ചിട്ടുള്ളൂ. അതറിയാതെയാണ് നിങ്ങളുടെ ഈ ക്രൂരതയ്ക്ക് മുതിർന്നത്. അയാൾ ഉപദേശിക്കുമെങ്കിലും അയാളുടെ ചലനങ്ങൾ കണ്ടിട്ട് പിന്നെ ഒന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ ആശ്വസിപ്പിക്കാനും കഴിഞ്ഞില്ല. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. കാരണം ഇനി ഒരു വാക്ക് പോലും പറയാൻ എനിക്കാവില്ല. ഹൃദയം വിങ്ങിപ്പൊട്ടുമ്പോൾ എങ്ങനെയാണ് വാക്കുകൾ പുറത്തു വരിക? ഞാൻ നിർത്തുന്നു.